കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 9 നമ്മൾ ശ്ലോകം 12 ചെയ്തു. അപ്പോൾ ഒരു യോഗി നല്ല പ്രാണനെയൊക്കെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രാക്കണം, നല്ല സുഖാസനത്തിലിരുന്ന് വൈരാഗ്യമൊക്കെ നല്ലോണം അഭ്യസിക്കണം. അങ്ങനെ സർവം ഈശ്വരമയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയാകുമ്പോൾ കർമ്മവാസനയൊക്കെ ബാധിക്കാതെയും, അതായത് സത്വഗുണം വർദ്ധിപ്പിച്ച് രജോഗുണത്തിനെയും തമോ ഗുണത്തിനെയും ത്യജിച്ച് സത്വഗുണം വർദ്ധിക്കുമ്പോൾ സ്വസ്വരൂപത്തിൽ ലയിച്ച്, അതായത് ആത്മാരാമനായിട്ട് നമുക്ക് ഒരു പോസുണ്ടായി അതായത് സത്വഗുണം വർദ്ധിച്ച് രജസ്തമോ ഗുണങ്ങളെ ത്യജിക്കുമ്പോൾ സത്വഗുണം വർദ്ധിച്ചിട്ട് ആത്മാരാമനായിട്ട് ചിത്തവൃത്തി നിരോധം സാധിച്ച് ആത്മാരാമനായിട്ട് നിർവൃതി നേടാൻ പറ്റും. അങ്ങനെ ഇതാരുടെ കയ്യിൽ പഠിച്ചു എന്നാണ് അതായത് ഈ ഏകാഗ്രമായ ചിത്തം വേണം എന്നുള്ളത് ആരെന്ന് പഠിച്ചു എന്നാണ് ഇനി പറയാൻ പോണത് 13. അപ്പം നമുക്ക് 13 വായിക്കാം. 13 ഈ അമ്പ് കൂർപ്പിക്കണ ആളോ അല്ലെങ്കിൽ അമ്പുണ്ടാക്കണ ആളെ ആണപ്പോൾ ഇത് പഠിച്ചത് കേട്ടോ. ഇങ്ങനെ വേണമെന്നേ. അതാണ് ഇഷുകാരൻ എന്ന് പറഞ്ഞാൽ അമ്പുണ്ടാക്കണ ആളാണ്. തദേവമാത്മന്യവരുദ്ധ ചിത്തോ ന വേദ കിഞ്ചിത് ബഹിരാന്തരം വാ യഥേഷുകാരോ ഈഷുകാരൻ നൃപതിം വ്രജന്തമിഷൗഗതാത്മാ ന ദദർശ പാർശ്വേ. എന്താണ് പറയണത്? ഇതിൽ ആരെ കണ്ടിട്ടാണ് ഇത്ര ലക്ഷ്യത്തിൽ ഏകാഗ്രമായിട്ട് ചിത്തത്തിനെ നിർത്തണം എന്നും പഠിച്ചത്? അതുകൊണ്ട് ഇഷൗ, അതായത് അമ്പിൽ ഗതാത്മാ, മനസ്സിനെ അമ്പിൽ തന്നെ കൂർത്ത അമ്പ് വേണം എന്നുള്ള ലക്ഷ്യത്തിൽ ഇഷുകാരൻ, അതായത് അമ്പ് പണിയുന്നവൻ, പാർശ്വേ വ്രജന്തം, അടുത്ത് 4 പുറം നടന്നു, അല്ലെ പാർശ്വ സൈഡിലോ എവിടെയാച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന, പാർശ്വ വ്രജന്തം വെച്ചാൽ സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നൃപതി നദദർശ, രാജാവിനെ കണ്ടേയില്ല. അതായത് ഇയാൾ ഏകാഗ്രതയോട് കൂടിയിട്ട് മൂർച്ചയുള്ള അമ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് മനസ്സ് ഏകാഗ്രമായിരുന്നു. അപ്പോൾ അത് കാരണം അയാൾ പണിയെടുക്കണതിൻ്റെ സൈഡിൽ കൂടെ രാജാവ് ഒരു ഘോഷയാത്രയായി പോയത് കണ്ടില്ല. ഏവം ഇപ്രകാരം ആത്മനി അവരുദ്ധ ചിത്ത, ആത്മാവിൽ തന്നെ അതായത് ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിൽ ഉറപ്പിച്ച മനസ്സോടു കൂടിയ ബഹിഹി അനന്തരം വാ, പുറത്തും അകത്തും ചെയ്യുന്ന കിഞ്ചിത് ഒന്നിനെയും ന വേദ അറിയുകയില്ല. എന്താണ് പറഞ്ഞാൽ വെച്ചാൽ ഈ ഒരു കാര്യം, അതായത് ലക്ഷ്യത്തെ തന്നെ ഏകാഗ്ര ചിത്തത്തോടു കൂടി നമ്മൾ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ നോക്കണമെന്ന് പറയണത് എവിടുന്ന പഠിച്ചാൽ, ഈ അമ്പുണ്ടാക്കുന്ന ഒരാൾ ഈ അസ്ത്രത്തിൻ്റെ ആ മുക്കൂർത്ത മൊന നല്ലോണം കൂർപ്പിച്ച് ഇങ്ങനെ അത് ശരിയാക്കണതിൻ്റെ ഇടയ്ക്ക് അങ്ങേയറ്റം ബദ്ധശ്രദ്ധനായിട്ട് അത് ആ അമ്പിനെ കൂർപ്പിക്കാൻ വേണ്ടി അതന്നെ ലക്ഷ്യമാക്കിയിട്ട് ഏകാഗ്ര മനസ്സോടുകൂടി അത് ചെയ്യുന്ന ഒരു അമ്പുണ്ടാക്കണ ആളെ ഇഷുകാരൻ അടുത്തുകൂടെ പോണ ഒരു രാജാവിന് പോണതിൻ്റെ ഒരു വലിയൊരു പ്രൊസഷൻ പോയത്, അടുത്തുകൂടെ രാജാവ് മുമ്പിൽ, അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റിയൊക്കെ മുമ്പിൽ, അത് കഴിഞ്ഞ് രാജാവ് പിന്നിൽ അനവധി ആളുകൾ, അങ്ങനെ പോണ ഒരു പ്രൊസഷനെ കണ്ടേയില്ലാന്ന്. കാരണം അത്ര ലഹളയൊക്കെ ഉണ്ടാവില്ല ഒരു പ്രൊസഷൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് രാജാവൊക്കെ പോകുമ്പോൾ എത്ര ശബ്ദം ഉണ്ടാവും, അതൊന്നും അറിഞ്ഞില്ല. ബിക്കോസ് അത്ര ഏകാഗ്രതയാണ്, ഒബ്ലീവിയസ് ഓഫ് എവറിത്തിങ് അറൗണ്ട് എന്ന് നമ്മൾ പറയൂല. അതായത് നമ്മൾ പരിസരം മറക്കുക എന്ന് പറയും മലയാളത്തിൽ, അല്ലേ? പരിസരം മറന്നിരുന്നു അയാളുടെ ജോലിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടേ. അങ്ങനെയാണ് ഒരു ഏകാഗ്രമായിട്ട് ആത്മാരാമനായിട്ട് അവനവനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു മുനി
നാല് പുറം നടക്കണതൊന്നും അറിയില്ല ഈ അമ്പുണ്ടാക്കണ ആളെ പോലെയെന്ന്. അപ്പം ഈ അമ്പുണ്ടാക്കണ ആളെന്നാണ് ഈ ഇത്ര ഏകാഗ്രമായ ചിത്തം വേണമെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഒരു സാധകൻ എന്താണ്? അമ്പുണ്ടാക്കുകയല്ലോ. അയാൾക്ക് എന്താണ് ഒരു സാധകൻ്റെ ഉദ്ദേശം? എന്താ? ആത്മാവിനെ തന്നെ, ആത്മാവാണ് ലക്ഷ്യം. ഈ അമ്പുണ്ടാക്കുന്ന ആൾക്ക് കൂർത്ത മൊന ഉണ്ടാക്കണ ലക്ഷ്യം. പക്ഷേ ഈ സാധകൻ എന്താണ് ലക്ഷ്യം? ആത്മാവിനെ തന്നെ പ്രാപിക്കുക, ആത്മസാക്ഷാത്കാരാണ് ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഇതുപോലെ വൈരാഗ്യമൊക്കെ വന്നാൽ പറഞ്ഞില്ലേ, ചിത്തവൃത്തി നിരോധം കഴിഞ്ഞ് ആത്മാവിൽ രമിച്ചിരിക്കണ ഒരാൾ, ഒരു ആത്മാരാമനായിട്ട് ആത്മാവിൽ തന്നെ നിർവൃതി അടഞ്ഞിരിക്കുന്ന ഒരു യോഗി നാല് പുറം നടക്കണതൊന്നും അറിയില്ല ഈ ആക്കണ ആളെ പോലെ എന്നാണ്. അതായത് ഇതിൽ ഈ അമ്പുണ്ടാക്കണ ആളാണ് ഗുരു എന്നർത്ഥം. പോസിറ്റീവ് ഗുരുവാണ് കേട്ടോ. ഇനി പാമ്പാണ് പറയാൻ പോണത് 14. തദേവ അവരുദ്ധ ചിത്തോ നവേദ കിഞ്ചിത് ബഹിരാന്തരം വാ യഥേഷുകാരോ. ഇഷുകാരൻ ചാൽ അമ്പുണ്ടാക്കുന്ന ആളാണ്. നൃപതിം വ്രജന്തമിഷൗഗതാത്മാനദർശ പാർശ്വേ. നമുക്കറിയാലോ, നമ്മൾ തന്നെ എന്തെങ്കിലും ഒന്നിലങ്ങോട്ട് മുഴുകിയ നമ്മൾ നാല് പുറം നടക്കണത് അറിയില്ല. അങ്ങനെ വേണം ഏതിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോഴും അത് വേണേ. പക്ഷെ അതിന് ഈ സത്വഗുണം രജോ ഗുണത്തിനും തമോ ഗുണത്തിനൊക്കെ കളഞ്ഞാലേ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തകൾ വരി. ഇനി സർപ്പത്തിൽ നിന്ന് എന്താ പഠിച്ചെന്ന്? പെരുമ്പാമ്പല്ല, സാധാരണ സർപ്പം. ഏകചാര്യനികേത സ്യാദ പ്രമത്തോ ഗുഹാശയ അലക്ഷ്യമാണ് ആചാരീർ മുനിരേകോൽപഭാഷണ. എന്താണറിയോ? ഈ മുനി, അതായത് മുനി പറഞ്ഞാൽ എന്താ? ശരിക്കും മൗനം അനുഷ്ഠിക്കുന്നവൻ എന്നർത്ഥമുണ്ട് മുനി എന്നുള്ള വാക്കിനെ. നമ്മളങ്ങനെ നോക്കാറില്ലേ, മഹർഷി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പറയുക. പക്ഷെ മുനി പറഞ്ഞാൽ എന്താ? മൗനം പാലിക്കുന്നവൻ, ഏകചാരി, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനായും, അനികേത, തനിക്ക് വസിപ്പാൻ സ്വന്തമായിട്ടൊരു ഗൃഹമില്ലാത്തവനും, അപ്രമത്ത, അതായത് ഒരു പ്രമാദമില്ല, മീൻസ് ഒരു ഇളകിയ മനസ്സല്ല, അതായത് സ്വന്തം സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നവനും, ഗുഹാശയ, ഗുഹയിൽ വസിക്കുന്നവനും, ആചാരേഹി, തൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ കൊണ്ട്, അലക്ഷ്യമാണ്, അന്യരാൽ അറിയപ്പെടാത്തവനായും, അല്പഭാഷണ, അതായത് മുനി എന്ന് പറഞ്ഞത്, മുനി അത്യാവശ്യ വർത്തമാനം പറയുള്ളൂ, ഏകഹ, ഒരുത്തനായും ഇരിക്കേണ്ടതാണ്. ആദ്യം ഒരു മുനിയുടെ ഇതാണ് പറയുന്നത്. എന്നിട്ട് അത് എവിടുന്ന് പഠിച്ചു എന്ന് പറയുകയാണ്. മറ്റേ കഴിഞ്ഞ ഗുരുവിലും അങ്ങനെയായിരുന്നല്ലോ. എന്താ പറയണ വെച്ചാൽ ഇതിൽ പറയണത് 14 മുനി സർപ്പായിവ, സർപ്പത്തിനെ പോലെ വേണമെന്ന് പറയണം. ഞാൻ അടുത്തതിൽ പറയാതെ സർപ്പത്തിനെ പോലെ ഒറ്റയ്ക്ക് നടക്കണം. പിന്നെയോ പ്രത്യേകിച്ചൊരാഗ്രഹമൊന്നുമില്ലാതെ അപ്രമത്തനായിട്ട് ഏകാന്തവാസിയായിട്ട് അയാളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അയാൾ യോഗിയാണ്. അങ്ങനെ പിന്നെ ആരോടും സഹായം ചോദിക്കാതെ മിതഭാഷിയായിട്ട് പിന്നെ ഇരിക്കണം ഒരു മുനി. സർപ്പം അങ്ങനെയാണ്. എന്താ അറിയോ, ഈ അതായത് പിന്നെ എന്താണ്, സർപ്പം ശരിക്കും അങ്ങനെ തന്നെയാണ്. അയ്യോ സോറി, അത് ശരിക്കും അതേറ്റോ. അതായത് പിന്നെ അങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വ്യവഹാര ലോകത്തിൽ പറ്റുമോ നിശ്ചയില്ല. അതായത് ഒരു യോഗി ഏകാന്തതയിൽ ഇരിക്കണം, ഏകാന്തത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഏകനായിട്ട് ജീവിക്കണം. എന്താ വെച്ചാൽ ഒരു ദിക്കിലും അധിക ദിവസം താമസിക്കരുത്. പിന്നെയോ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും കുടുങ്ങിപ്പോവരുത്. അതന്നെ അങ്ങനെ ഒന്നും വരുത്. പിന്നെ വളരെ മിതമായിട്ട് അത്യാവശ്യത്തിന് വർത്തമാനം പറയാവൂ. അപ്പോൾ ആത്മാനന്ദത്തിൽ നല്ലോണം ഉറപ്പുള്ള ഒരു യോഗി പിന്നെ എനിക്ക് വീട് വേണം, കുടുംബം വേണം, അതൊന്നും ആഗ്രഹിക്കില്ല. ഇതാണ് ഒരു പാമ്പെന്ന് പഠിക്കണം എന്നുള്ളത്. ഇനി അടുത്തതും കൂടിയും പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, യോഗി എങ്ങനെയാണ് വേണ്ടതെന്ന്. അതായത് മൗനം പാലിക്കണം, ഏകനായി സഞ്ചരിക്കണം, തനിക്ക് വസിക്കാൻ ഒരു ഗൃഹം വേണം എന്നുള്ളൊന്നും ആഗ്രഹമൊന്നും ഇല്ലാത്തവനായിരിക്കണം, അവൻ ആത്മാരാമനായിരിക്കണം. പിന്നെയോ
ഒരു ഗുഹയിലോ അവിടെ എവിടെയെങ്കിലും വസിക്കണം. എന്നിട്ട് പിന്നെ തൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് ആരും തന്നെ അറിയണം എന്ന് വിചാരിച്ച് അതന്നെ അതിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒബ്സസ്ഡ് ആവരുത്. അതൊരു ജലപിശാചി പോലെ ആവരുത്. അല്പഭാഷണം അങ്ങനെ ഒരു എപ്പോഴും അങ്ങനെയുള്ള ഒരാളാവണം യോഗി. ഇനി നമുക്ക് 15 വായിക്കട്ടോ, 14 കഴിഞ്ഞിട്ട്. ഏകചാര്യ അനികേത സ്യാദപ്രമത്തോ ഗുഹാശയ അലക്ഷ്യമാണ് ആചാര്യർ മുനിരേകോൽപഭാഷണ. ഇങ്ങനെയൊക്കെ ആവണം. എന്നിട്ടോ ഗൃഹാരംഭോതി ദുഃഖായ വിഫലശ്ചാധ്രുവാത്മനഃ സർപ്പ പരകൃതം വേശ്മ പ്രവിശ്യ സുഖമേധതേ. അധ്രുവാത്മനഃ അതായത് ഈ ശാശ്വതമല്ലാത്ത ശരീരത്തിനായിക്കൊണ്ട്, അല്ലേ, ജഡമായ ഈ ശരീരത്തിനായിക്കൊണ്ട് ഗൃഹാരംഭ വിഫല, കുറച്ച് ദിവസത്തേക്കേ ഈ ശരീരം നിൽക്കുള്ളൂ. അങ്ങനെയുള്ളൊരു ജഡശരീരത്തിന് വേണ്ടിയിട്ട് വീട് പണിയുക വിഫല, അതൊന്നും ആവശ്യമില്ല, ഫലമില്ലാത്തതാണ്, നിഷ്ഫലമാണ്. വീടൊക്കെ പണിതിട്ട് എന്താ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മരിക്കില്ലേ, അങ്ങനൊരു വിചാരം. അതിദുഃഖായാച്ച, മാത്രമല്ല ഈ വീടും കുടുംബമൊക്കെ ആയാൽ ദുഃഖത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നതാണ് അതൊക്കെ. അതാണ് പറഞ്ഞുവല്ലോ, പൊട്ട കിണറാണ് പിന്നെ ഗൃഹം, അല്ലേ, അതുപോലെ ദുഃഖം തരുന്നതാണ് ഈ ഗൃഹവും കുടുംബമൊക്കെ. സർപ്പൈഹി, പാമ്പ്, പരഭൃതം വേശ്മ, അതായത് അന്യനാൽ നിർമ്മിതമായ വീട്ടിൽ സ്വന്തമായിട്ടൊരു മാളൊന്നും ഉണ്ടാക്കണില്ല പാമ്പ്. വല്ല എലിയുടെ മാളത്തിലും എലി തിന്ന് അവിടെ പോയി കിടക്കും. പ്രവേശിച്ച് സുഖമേധതേ, സുഖമായി ജീവിക്കുന്നു എന്ന്. അതാണപ്പോൾ സർപ്പത്തിന്ന് പഠിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ വീടുണ്ടാക്കുക, കുടുംബം ഉണ്ടാക്കുക, എല്ലാവരുടെയും കൂടെ ഇരിക്കുക, അതൊന്നും വേണ്ടാന്ന് സർപ്പത്തിന്ന് എന്താണ് പഠിച്ചു വെച്ചാൽ, ഇതാണ് ഞാൻ ഇങ്ങനെ വീടുണ്ടാക്കുക, കുടുംബം കെട്ടിപ്പടുക്കുക, പിന്നെ അതന്നെ ഈ വിചാരം ദുഃഖത്തിലേക്ക് വഴുതി വീഴും നമ്മളെ. അപ്പോൾ അതായത് വല്ലവരുടെയും പാർപ്പിടങ്ങളിലൊക്കെ സുഖമായി കഴിച്ചു കൂട്ടുക എന്നുള്ള സർപ്പത്തിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ ഇന്ന്. അതായത് സർപ്പം സ്വന്തമായിട്ട് ഒരു പിന്നെ എന്താണ് കുഴിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഗുഹയൊന്നും ഉണ്ടാക്കില്ല അത്രേ. ഒരു പിന്നെ സർപ്പം എപ്പോഴും അന്യന്മാരെ, അതായത് എലിയുടെ മാളത്തിലോ സ്വന്തമായിട്ടൊരു മാളൊന്നും ഉണ്ടാക്കാൻ പുറപ്പെടില്ല അത്ര സർപ്പം. വേറെ വല്ലവരും ഉണ്ടാക്കിയ മാളത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ എന്താണ് പൊത്തുണ്ടാവുമല്ലോ മറ്റേ മരത്തുമ്പിലൊക്കെ, അതൊന്നും അവനുണ്ടാക്കിയതല്ല, പാമ്പുണ്ടാക്കിയതല്ല. പക്ഷേ അതിന് വിശ്രമിക്കണം അല്ലെങ്കിൽ വെയിലിൽ നിന്ന് രക്ഷ കൊള്ളണം എന്ന് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കും. അതുപോലെ ആവശ്യമുള്ളൂ എന്ന്. കാരണം ഈ ജഡമായ ശരീരം എപ്പോൾ വേണമെങ്കിൽ വീണ് പോവാം. അപ്പോൾ അതിനു വേണ്ടി വലിയ വീടും കുടുംബവും ഒക്കെ ഉണ്ടാക്കി ദുഃഖത്തിലാഴ്ന്ന് കിടക്കണേക്കാൾ ഭേദം നശിക്കണ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇപ്പോൾ വഴിയമ്പലങ്ങളോ, അതായത് എന്തെങ്കിലും താമസിക്കാൻ എവിടെയെങ്കിലും കിടക്കണ, ഒന്നും ആരും താമസിക്കാത്ത വല്ല സ്ഥലമോ അല്ലെങ്കിൽ പീഡിക തിണ്ണയോ മഴ കൊള്ളാണ്ട് കിടക്കാനുള്ള വല്ല സ്ഥലവും കണ്ടാൽ അവിടെ എവിടെയെങ്കിലും കയറി കിടക്കുക, അത്രേ ആവശ്യമുള്ളൂ എന്നാണ് ഈ ഒരു യോഗി വിചാരിക്കുക. ആ യോഗിക്കുള്ളത് ആ ഒരു പാഠം സർപ്പങ്ങളിൽ നിന്നാണ് പഠിച്ചത്. സർപ്പങ്ങൾ തന്നെയാണ് സഞ്ചരിക്കുക, അല്ലേ, 3-4 പാമ്പ് കൂടി പോകുന്നില്ലല്ലോ, തന്നെ സഞ്ചരിക്കുക. അവർ സ്വന്തമായിട്ട് പൊത്തോ മാളോ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. വല്ലവരും ഉണ്ടാക്കിയ മാളത്തിലും പൊത്തിലും ഒക്കെ വേണം തോന്നുമ്പോൾ പോയി കയറി കിടക്കുകയുള്ളൂ. അതുപോലെ വേണ്ടൂന്ന് സർപ്പങ്ങളിൽ നിന്ന് പഠിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഗൃഹാരംഭോതി ദുഃഖായ, ഗൃഹം ആരംഭിച്ച അതിദുഃഖത്തിൽ കലാശിക്കുന്ന, അതാണ്. പിന്നെ അതെ, വിഫലശ്ച അധ്രുവാത്മനഃ, പിന്നെന്താ വിഫലാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കണത്. കാരണം അധ്രുവാണ്, മീൻസ് ശാശ്വതമല്ലല്ലോ, ഈ ജഡശരീരം നശിച്ചു പോകൂലോ. സർവ പരകൃതം വേശ്മ, വല്ലവരും ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും സ്ഥലത്ത് പോയി ഉറങ്ങാം. പ്രവിശ്യ സുഖമേധതേ, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് സർപ്പത്തിന് മനസ്സിലാക്കി. ഇനി 8 കാലിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയതെന്നാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നത് 16, 17, 18 ഒന്നിച്ച് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 16, 17, 18 ഒന്നിച്ച് ചെയ്താൽ അത് ഒന്നിച്ചാണ് കഴിയുക. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്ത ഇദമീശ്വരഃ ഏക ഏവാദ്വിതീയോ ഭൂതാത്മാധാരോഖിലാശ്രയ കാലേനാത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷ്വാദിപുരുഷ പ്രധാന പുരുഷേശ്വരഃ
പരാവരാണം പരമ ആസ്തേ കൈവല്യ സംസ്ഥിത കേവലാനുഭവാനന്ദ സന്തോഹോ നിരുപാധിക. 3 ശ്ലോകം 17, 18, 19 നമുക്ക് ഒന്നിച്ചാണ്, അല്ല 16, 17, 18 ആണ് കേട്ടോ. അതെ, 16, 17, 18 നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഏകഹ അന്യസഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ദേവ, അതായത് ദേവന്മാർ, അതായത് ദേവന്മാരെ വെച്ചാൽ ഈ സൃഷ്ടി സംഹാരമൊക്കെ ചെയ്യണ ഈശ്വരന്മാർ, ഈശ്വര ദേവ ഈശ്വര നാരായണ, അതായത് ആരാണ് ദേവനാകുന്ന ഈശ്വരനും ആര് ഭഗവാൻ നാരായണൻ സ്വമായ തൻ്റെ യോഗമായ ശക്തി കൊണ്ട് പൂർവസൃഷ്ടം ഇതം മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിനെ കൽപ്പാന്തേ, ഈ കൽപ്പം കഴിയുമ്പോൾ, അതായത് ബ്രഹ്മാവിൻ്റെ ആയസ് കഴിയുമ്പോൾ കാലകലയ, കാലം എന്ന പേരോടുകൂടിയ ശക്തിയാൽ കാലസ്വരൂപനായി വന്നിട്ട് സംഹരിച്ച്, പിന്നെയോ അഖിലാശ്രയ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആശ്രയമായവനും ആത്മാധാര, തനിക്ക് താൻ തന്നെ ആശ്രയമായവനും ആത്മാധാരനാണ്. സത്വാദിഷു സത്വം മുതലായ ശക്തിഷു ശക്തികൾ ആത്മാനുഭാവേന തൻ്റെ വിശേഷശക്തിയായ കാലേന കാലത്താൽ, കാലസ്വരൂപനാണല്ലോ, സാമ്യാവസ്ഥയെ നീതാസു നയിപ്പിക്കപ്പെട്ടപ്പോൾ പ്രധാന പുരുഷേശ്വര, പ്രധാനത്തിനും പുരുഷത്തിനും, അതായത് ഈ പ്രകൃതിക്കും പുരുഷനും എന്നർത്ഥം. പ്രധാന പുരുഷേശ്വര പറഞ്ഞു വെച്ചാൽ പ്രകൃതിക്കും പുരുഷനും പരാവരാണാം ബ്രഹ്മാവ മുതലായവർക്കും മറ്റു സകല ജീവജാലങ്ങൾക്കും അദ്വിതീയനായും ഏകനായും പിന്നെയോ അഭൂത് ഇരുന്നു പരമഹ പ്രാപിക്കുവാൻ അർഹനും നിരുപാധിക, അതായത് പരമഞ്ചൽ ഏറ്റവും അങ്ങേയറ്റത്തുള്ള നിരുപാധിക സത്വം മുതലായ ഉപാധികളില്ലാത്തവനും കേവല അനുഭവ ആനന്ദ സന്തോഷ, അതായത് സ്വന്തം ജ്ഞാനം കൊണ്ട് സ്വന്തം ജ്ഞാനത്തിൽ വർത്തിക്കുന്നവനും ആദിപുരുഷൻ കൈവല്യ സംജ്ഞിത മോക്ഷം എന്ന പേരോടുകൂടി ആസ്തേ ഇരിക്കുന്നു. എന്താണ് ഈ 3 ശ്ലോകം കൊണ്ട് പറയണ വെച്ചാൽ, ഈ സർവേശ്വരനിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതും, സർവേശ്വരനാണ് അതിനെ പാലിക്കണതും, ആ സർവേശ്വരൻ തന്നെയാണ് അതിനെ സംഹരിക്കണതും, അല്ലേ? 3 ഭഗവാൻ തന്നെയാണ് ചെയ്യണത്. അതാണ് ഇതിൽ ഈ 3 ശ്ലോകം കൊണ്ട് പറയണത് കേട്ടോ. അതായത് സർവേശ്വരനായിട്ടുള്ള ദേവനായിട്ടുള്ള നാരായണൻ, ശ്രീമൻ നാരായണൻ ഒരാളുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് കാലസ്വരൂപനായിട്ടുള്ള ഈ ഭഗവാൻ തൻ്റെ യോഗമായ കൊണ്ട് ഈ സൃഷ്ടിച്ച പ്രപഞ്ചത്തിനെ രക്ഷിച്ച് സമയം വരുമ്പോൾ സംഹരിച്ച് ഈ സത്വരജസ്തമസ്സുകൾ ഈക്വലിബ്രിയത്തിൽ ആവുമ്പോൾ പിന്നെ ഒന്നുമില്ല പറഞ്ഞൂല. അങ്ങനെ സാമ്യാവസ്ഥയെ പ്രാപിച്ച സമയം, അതായത് സംഹാരം കഴിഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ സാമ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വലിബ്രിയത്തിലാവും, സന്തുലിത അവസ്ഥയിലാവും. അപ്പോൾ പിന്നെ സൃഷ്ടിയില്ല. അങ്ങനെ സംഹരിച്ച് തൻ്റെ, അതായത് സത്വരജസ്തമസ്സുകളൊക്കെ പിന്നെയും വീണ്ടും പിന്നെ എന്താണ് ഈക്വലിബ്രിയത്തിലാവുമ്പോൾ അല്ലെങ്കിൽ സാമ്യാവസ്ഥയെ പ്രാപിക്കുമ്പോൾ യാതൊരു ഭേദഭാവനയും ഇല്ലാത്ത, എല്ലാവർക്കും ആശ്രയവും ആധാരവും ഭഗവാൻ തന്നെയാണ് അവനവനും തന്നെ ആധാരമാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരവും തനിക്കു തന്നെ ആധാരവും വേറൊരാളെ ആശ്രയിക്കാത്തവനും പുരുഷോത്തമനും, അതായത് പ്രകൃതി പുരുഷന്മാർക്ക് അതീതനും ആ പ്രകൃതി പുരുഷന്മാരുടെയും നിയന്താവും ആയിട്ട് ഭവിച്ചു. അതായത് ഭഗവാൻ ബ്രഹ്മാദി ദേവന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാം പ്രാപിക്കാൻ അർഹനായവരാണ്. ബാക്കി ലോകത്തിലെ എല്ലാവർക്കും പ്രാപിക്കാൻ അർഹനായിട്ടുള്ള പരമപുരുഷനാണ്. അതായത് മോക്ഷം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ ഭഗവാനാണ്, അല്ലേ? മോക്ഷം
മോക്ഷലക്ഷ്യമായ ഭഗവാനും അല്ലെങ്കിൽ മോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെയായ ഭഗവാനും യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാത്തതും ആയിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപനുമായി സ്ഥിതി ചെയ്തു. അതായത് ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടാവണതും എല്ലാം അസ്തമിക്കണതും ആ ഭഗവാനിൽ തന്നെയാണെന്ന്. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ അഖണ്ഡ ബോധരൂപമായിട്ടുള്ള ആ സർവേശ്വരനായിട്ടുള്ള നാരായണൻ സ്വന്തം യോഗമായ കൊണ്ട് സൃഷ്ടിച്ച ഈ ലോകത്തിനെ കാലസ്വരൂപനായി വന്ന് സംഹരിക്കണു കൽപ്പാന്തത്തിൽ അല്ലേ. എന്നിട്ട് എല്ലാം തൻ്റെ ഉള്ളിലായിട്ട് സത്വരസ്തമോ ഗുണങ്ങളൊക്കെ സന്തുലിതാവസ്ഥയിലായിട്ട് ഒന്നായി വേറെ രണ്ടാമതൊന്നില്ലാതെ അദ്വൈത ശക്തിയായിട്ട് ഈ ലോകത്തിനെ മുഴുവൻ അവനവനിൽ അടക്കിയിട്ട് വർത്തിക്കണു അല്ലേ. അതായത് കാലം കൊണ്ട് എല്ലാറ്റിനെയും സമാക്കിയിട്ട് സത്വരസം. അപ്പോൾ പിന്നെ യാതൊന്നും നടക്കണില്ല. അതൊക്കെ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ആ പരമപുരുഷൻ മാത്രം. അങ്ങനെ ഇതാണ് ശരിക്കും മോക്ഷം. ഈ ഭഗവാനുണ്ടല്ലോ ഇങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരം ഒക്കെ നടത്തി അവസാനം സംഹരിച്ച അവനവനിൽ തന്നെ എല്ലാം ആക്കി സ്ഥിതി ചെയ്യുന്ന ഈ ഭഗവാൻ കേവലം വേറെ ഒന്നുമില്ല, രണ്ടാമതൊന്നുമില്ല, ഏകനാണ്. പിന്നെ ഒരു ഉപാധികളും ഇല്ല, ലിമിറ്റേഷൻസും ഇല്ല ഈ ഭഗവാന്. ആ കേവലമായ അഖണ്ഡമായിട്ടുള്ള ആ ബോധരൂപനായിട്ടുള്ള ആ ഭഗവാൻ പിന്നെയും സൃഷ്ടി നടത്തണം തോന്നുമ്പോൾ മായയെ ക്ഷോഭിപ്പിച്ച് പിന്നെയും സൃഷ്ടിക്കണു, പിന്നെയും സംഹരിക്കണു. അങ്ങനെ ഈ ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ശക്തി, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരം. അവനവനും ആധാരം, അവനവൻ വേറാളെ ആശ്രയിക്കണില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ കേവലം സച്ചിദാനന്ദ സമുദ്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഈ എന്താ പറയുക ഈ എട്ടുകാലിന്ന് ഈ എട്ടുകാലിന്നാണ് പഠിക്കണമെന്നാണ് പറയുന്നത്. അതായത് അഖണ്ഡ ബോധരൂപമായിട്ടുള്ള നാരായണൻ സൃഷ്ടിച്ച് പാലിച്ച് സംഹരിച്ച് എല്ലാം തന്നിലാക്കി സ്ഥിതി ചെയ്യുന്നു. ആ ഭഗവാനിലാണ് ഊടും പാവുമായി കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. ഏത് ഈ ഹോൾ പ്രപഞ്ചം തന്നെ ആ ഭഗവാനിൽ ആണ് ഊടും പാവുമായി കോർത്ത് ഇണക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഭഗവാനിൽ ഊടും പാവുമായി കോർത്തിണക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഈ 3 ശ്ലോകം കഴിഞ്ഞിട്ട് ഇനി ഇതാരെന്ന് പഠിച്ചു എന്ന് നമ്മൾ പറയൂട്ടോ. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ നമുക്ക് ഈ 3 ശ്ലോകം വായിച്ച് നമുക്ക് മറ്റേലേക്ക് പോവാം. ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്ത ഇദമീശ്വരഃ ഏക ഏവാദ്വിതീയോ ഭൂതാത്മാധാരോഖിലാശ്രയഃ കാലേനാത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷ്വാദിപുരുഷഃ പ്രധാനപുരുഷേശ്വരഃ പരാവരാണാം പരമ ആസ്തേ കൈവല്യസംസ്ഥിതഃ കേവലാനുഭവാനന്ദസന്തോഹോ നിരുപാധിക. അങ്ങനെ ബ്രഹ്മാദികൾക്കും ബാക്കി ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാവർക്കും പ്രാപിക്കാൻ അർഹനായവനും മോക്ഷശബ്ദത്തിൻ്റെ അർത്ഥമായവനും ഒരു ഉപാധിയും ഇല്ലാത്തവനും സച്ചിദാനന്ദ സമുദ്രവുമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് 19 കൂടിയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് നിർത്താം. അതായത് ഒരാളെയും സഹായം കൂടാതെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നു. എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുന്നു, ഭഗവാൻ അവനവനെ തന്നെ ആശ്രയിക്കുന്നു. 19 കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികം സംക്ഷോഭയൻ സൃജത്യാദൗ തയാ സൂത്രം അരിന്തമ മീൻസ് ശത്രുക്കളെ ജയിക്കുന്നവനെ, ഇത് മഹാരാജാവിനെ സംബോധന ചെയ്യണം. കേവല ആത്മാനുഭാവേന തനിക്ക് മാത്രമായ ആ ഒരു തൻ്റെ കാലശക്തി കൊണ്ട് ത്രിഗുണാത്മികയായ സ്വമായാശക്തിയെ സംക്ഷോഭാൻ
ക്ഷോഭിപ്പിച്ചുകൊണ്ട്, അതായത് പിന്നെ ആദ്യം സൃഷ്ടിക്കാറായാലേ നമ്മൾ കണ്ടില്ലേ, ഈക്ഷണം, ഭഗവാൻ എനർജി കൊടുക്കും, ഈക്ഷണം ചെയ്യും തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മായയെ. ആ മായയാൽ ആദൗ പ്രഥമം സൂത്രം മഹതത്വത്തിനെ സൃജതി സൃഷ്ടിച്ചു. ഇങ്ങനെ തന്നിൽ തന്നെ ലയിച്ച് സച്ചിദാനന്ദ സ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യും. എന്നിട്ട് പിന്നെ എപ്പോഴാണ് അവനവൻ ആദ്യ സൃഷ്ടി വേണം വെച്ചാൽ അവനവനിൽ തന്നെ ലയിച്ചിരിക്കുന്ന മായയെ നോക്കും, ഈക്ഷണം നടത്തും, അല്ലെങ്കിൽ മായയ്ക്ക് എനർജി കൊടുക്കും. അപ്പോൾ എന്തു ചെയ്യും? മായ ക്ഷോഭിക്കും, എന്നിട്ട് മഹത്തത്വം വേർതിരിയും. അങ്ങനെ ആദ്യം സൃഷ്ടിക്കും ചെയ്യുമെന്ന് പറയുകയാണ്. അതായത് വേറൊരാളുടെ സഹായവും ഭഗവാന് സൃഷ്ടിക്കോ സ്ഥിതിക്കോ സംഹാരത്തിനോ വേണ്ട. എല്ലാം സ്വയം നടത്തി എല്ലാവർക്കും ആധാരമായി നിൽക്കുന്ന ആ ആനന്ദ സമുദ്രമാണ് ഭഗവാൻ എന്ന് പറയാണ് ഇതിൽ. അത് പറഞ്ഞിവിടെ നിർത്തണം നമുക്ക്. അതായത് പിന്നെ ഭഗവാനാണ് സൃഷ്ടി സംഹാരം മുഴുവൻ തന്നിൽ ഒഴുക്കി ലയിച്ചു കിടക്കുന്ന മായ ഉപയോഗിച്ച് ചെയ്യണത്. അതുകൊണ്ട് ഭഗവാനിൽ താതാത്മ്യം പ്രാപിച്ചവർക്ക് പിന്നെ ഒന്നിനെപ്പറ്റിയും ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദോ തയാ സൂത്രം അരിന്ദമാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത് ഞാൻ എട്ടുകാലിയിൽ നിന്ന് പഠിച്ചു എന്ന്, അതാണ് ഇനി പറയാൻ പോണത് കേട്ടോ. അപ്പം ഇവിടെ നിർത്താം. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. 20